ഇറ്റ്സ് മീ കോസ്മോസ് ദി ഗെയിമർ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു സിറ്റ് ഉണ്ടാക്കാൻ പോവാണ്. സോ ഇത് കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും, ബട്ട് നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. സോ സിറ്റ് ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ നന്നായിട്ട് നമ്മൾ സിറ്റ് ഉണ്ടാക്കേണ്ടി വരും. ഒരു വലിയ സിറ്റ് തന്നെയാണ്. ഇങ്ങനെ കാണുമ്പോൾ കുറേ അങ്ങോട്ട് ഉണ്ടാവും, ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്ന് കൊണ്ട് കുറേ ഉണ്ടാവണം. അപ്പോൾ ഒരു വലിയൊരു സംഭവമാണ്. അതിൽ ഇടയിൽ നമുക്ക് നമ്മുടെ താജ്മഹലൊക്കെ ഉണ്ടാക്കാം അല്ലേ, അങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കാം നമുക്ക്. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ സ്പൂണിങ് പോയിൻ്റ് ഒന്ന് റെഡിയാക്കി വെക്കുക. അതൊരു നിർബന്ധമായുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ കുറച്ച് ബ്ലോക്സ് എടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്സ് ഏതാ വെച്ചാൽ എടുക്കുക. ഞാൻ ഒരു കോൺക്രീറ്റാണ് തപ്പണത്, ഇവിടെ ഇതിലാണ്. ഓക്കെ, കോൺക്രീറ്റ് നമുക്ക് വെള്ളം എടുക്കുമ്പോഴാണ് അതിൻ്റെ ഓറ കിട്ടുക. പക്ഷേ വെള്ളമാണ് നമുക്ക് ഗ്രേ എടുക്കുക. പിന്നെ നമുക്ക് ടെറാക്കോട്ട വേണ്ട, അതാകുമ്പോൾ ഒരു ഓവറാവും. പിന്നെ അടുത്ത ടെറാക്കോട്ട അതും വേണ്ട. ഓക്കെ, സോ ബേസിക്കലി ഒരു നോർമൽ ഒരു സ്പൂൺ പോയിൻ്റാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഇങ്ങനത്തെ ഒരു ഒന്ന് എന്താ ഇത്. ഓക്കെ, സോ ഇത് കാണുമ്പോൾ എന്തായാലും നട്ടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ അഭിപ്രായത്തിൽ ഒന്നും കൂടി നമ്മൾ നോക്കാം. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ എന്താണോ ടോപ്പ് കമൻറ്റ്, ആ സാധനം നമ്മൾ അടുത്തതിലുണ്ടാക്കും. ഇവിടെ നിന്നുകൊണ്ട് ഓക്കെ, നമ്മളെ വേൾഡിൻ്റെ സ്പൂൺ പോയിൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് മാറ്റി നമ്മൾ ഒഫീഷ്യലി ഗൈസ്. ഇനി അതാണ് നമ്മുടെ വേൾഡിൻ്റെ സ്പൂൺ പോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വന്നാൽ കൃത്യം നമുക്ക് സ്പൂണാവുന്ന ആളെ കാണാൻ പറ്റും. ദെൻ നമുക്ക് നമ്മുടെ ഫ്ലോർ ഒന്നായിട്ട് മാറ്റണം. ഫ്ലോർ ഞാൻ ശരിക്കും നമ്മളെ മാപ്പ് ഇതിൽ മൈൻക്രാഫ്റ്റിൽ അറിയാം, വോയിഡ് എടുത്താണ്ട് കളിക്കാൻ നിൽക്കേനി. നമ്മൾ ഫസ്റ്റിങ് നമ്മളെല്ലതും ഉണ്ടാക്കേണ്ടി വരും. പിന്നെ അങ്ങനെ വേണ്ട വെച്ചിട്ടാണ്. അപ്പം ഒരു ടീമൊക്കെ ഉണ്ടോ, ഇതൊരു പിങ്കിഷ് പോലെ ഉണ്ടല്ലോ ഇത്. ഓക്കെ, അങ്ങനെയൊക്കെ മതിയാവും നമുക്ക്. ഓക്കെ, ഞാനൊരു ബീക്കണ് വെച്ചുകൊണ്ടുള്ളൊരു പരിപാടിക്കാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ മച്ചന്മാരുടെ നമ്മുടെ ഡയമണ്ട് തന്നെ നമുക്ക് എടുക്കാം, ലാവിശ്യമായിക്കോട്ടെ. എന്നിട്ട് നമ്മുടെ ബീക്കണ് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് അവിടെ വെച്ച് കൊടുത്താൽ ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ വെച്ചിരിക്കണം നമ്മൾ. അറിയില്ലേ, ഞാൻ ബീക്കണിട്ടൊന്നും അങ്ങനെ കളിക്കലില്ല. കുറേ ബീക്കൺ എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കലാണോ പണി? എന്തായാലും ഉദ്ദേശിച്ച സാധനം കണ്ടില്ല. നമുക്ക് എന്താ ഡയമണ്ട് ബ്ലോക്കിനൊക്കെ കയറിനൊക്കെ കാണാത്ത നമ്മൾ ശ്രമിച്ചാണ്. എന്നിട്ട് നമ്മൾ ഗ്രേ ബ്ലോക്ക് വെച്ചാണ് നമുക്ക് കുറച്ചുണ്ട്. ഇനി വേണ്ട, അങ്ങനെയൊക്കെ കുറച്ച് ഓവറാവും. നമ്മളെ കുറച്ച് ഫാൻസി ഡിസൈൻ അടിക്കാം നമുക്ക്. നമ്മളെ ഐക്കോണിക് മതിലെടുക്കാം. പിന്നെ ഓപ്സ് 2 3 1 2 3. സോ ഈ വീക്കൺ എങ്ങനെ ഒന്ന് വർക്കാവാന്നൊന്ന് പറയാം. ഓക്കെ, കാരണം നിങ്ങൾക്കങ്ങനെ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം അങ്ങനെയാണ്. ദെൻ നമ്മൾ മെയിൻ സംഭവം അങ്ങനെ ഇട്ടെടുക്കാം. നമ്മളെ ബ്ലോക്കിനൊരു അടിത്തറ വേണം, അതുകൊണ്ടാണ് നമ്മളിട്ട് അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ഒരു ഡിസൈൻ ഇട്ടാണ് വേണ്ടി. ഓക്കെ, ഇതെന്താടാ ബോക്സിൻ്റെ. ഓക്കെ, എനിക്ക് തോന്നണത് നമ്മൾ പോകുമ്പോൾ അങ്ങനത്തെ സ്ഥലത്ത്. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇതും വേണ്ട ഇവിടെ പിടിക്കാം.
ഇത് പൊട്ടിക്കാം. ഇതൊരൊന്ന് ഉണ്ടാക്കാം. എന്നിട്ട് ആ ഭാഗത്തേക്ക് നമുക്ക് എന്താ വെക്കേണ്ടി അറിയാം. ശരിയില്ല, ഇതിലുണ്ടാവും അത്. ആ ഭാഗത്ത് നമുക്ക് ഭാവിയിൽ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അതവിടെ. ഓക്കെ, നമ്മൾ ഭാവിയിൽ എന്താണ് ഉണ്ടാക്കുന്നത് അതവിടെ. ഇനി ഇവിടെ ആയിട്ട് നമ്മൾ ഭാവിയിൽ എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിവിടെ. ഇല്ല, ഇപ്പോൾ വിട്ടാളാം. അപ്പം ഇത് നമ്മളെ ഭാവിയിൽ എന്താണോ ഇവിടെ, അത് എന്താണോ ഇവിടെ അല്ല, എന്താണോ ആ ഭാഗത്തേക്ക്. സോ ഇവിടെ നമുക്കൊന്ന് കാണും. ഇവിടെ നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇറക്കാം. നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഡയമണ്ടുകളൊക്കെ നമുക്ക് കണ്ട് വെക്കാം. അതൊന്നും കുഴപ്പമില്ല. ഇത് നമുക്ക് വെള്ളമാക്കാം അല്ലേ. ഇത് അണ്ടിങ്ങണ്ട് കേട്ടെ. ഈ ഒരു ലുക്ക് മാറ്റേണ്ടി വരില്ല നമ്മൾ. അച്ഛന്മാരെ ഒന്നാവും. ഇങ്ങനത്തെ ട്രൈ ചെയ്തോ. റെഡി ആകാണ്ട് പൊട്ടിക്കാം. ഉണ്ട് ഇതൊന്ന് തൂക്കാം. എന്താണോ അവിടെ അത്. ഓക്കെ, നമ്മളവിടെ കളി. ഒരാൾ കുഴപ്പം സ്പോണായി ഇങ്ങനെ നോക്കുമ്പോൾ ഇതിവിടെ. അപ്പോൾ അങ്ങനെ തിരികെ കിടന്നാൽ ജസ്റ്റ് എല്ലായിടത്തും ഒരു ലുക്ക് അടിക്കാൻ. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ. സോ നമുക്കൊരു റോഡ് പോലെ ഒന്ന് ഉണ്ടാക്കണം. സോ നമുക്ക് റോഡ് പണി തുടങ്ങിയാലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് റോഡ് പണി തുടങ്ങാൻ നല്ലത്. 4 ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കണ്ടൊരു റോഡ് പണി. സോ നമ്മൾ ഷവ്വലായിട്ട് ഇതാണ് നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷവ്വലായിട്ടാണോ ആക്കേണ്ടതോ ഓരോരോ ഒപ്പീനിയനും കൂടി കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നപ്പോൾ നമുക്ക് തൽക്കാലത്തിന് ക്വാണ്ടിറ്റി വെച്ചുണ്ടാക്കാം അല്ലേ. നമുക്ക് മഞ്ഞും കൂടി എടുക്കാം, നമ്മളെ റോഡ് ഉണ്ടാക്കാം. ആൻഡ് റോഡിന് നടുകൂടെ ഒരു മൈൻകാർട്ടിൻ്റെ ഒരു സംഭവം വെച്ചെടുക്കണം. അപ്പോൾ മനസ്സിലായല്ലോ, ഒരു സംഭവം ഇങ്ങനെ പോണ പോലെ തോന്നും. നമ്മൾ റോട്ടും വരുന്നാണ്ട് ഇങ്ങനെ പോണ പോലെ വേണ്ടല്ലേ, ഓവറാവും. ജസ്റ്റ് 3 വരിപ്പാതയാണ് നമ്മളത്. സോ ഇതിൻ്റെ തീം ഇങ്ങനെയാണ്. വെള്ളമാക്കിയല്ലേ, മഞ്ഞാകുമ്പോൾ ഒരു രസമില്ല. ഇനി വെള്ളം തന്നെ രസം. യെസ്, വെള്ളം ഒരു രസമില്ല. എടാ ഇതിനിപ്പോൾ ഏതൊക്കെ വെള്ളം അതിൻ്റെ ഒരു ഒപ്പിച്ചാൽ കിട്ടുന്നില്ല നമുക്ക്. അതൊക്കെ നമ്മളെ റിയൽ ലൈഫിൽ തന്നെ ഒക്കെ ഉള്ളൂ നമുക്ക്. കാരണം ഇതെന്താ എന്തെയോ ഇങ്ങനെ കണ്ടെടുത്തോക്കാം. മനസ്സിലായി. യെസ്, ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറയാണ്ടുണ്ടാകാം ഇങ്ങനൊരു സംഭവം. അത് കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ലാസ്റ്റിക്ക് ഇതാക്കാം. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചത്. നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് വൈ ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. 2 ഓക്കെ, ഇത് 2. ഓക്കെ, ഇതാണ് നമ്മളെ എക്സാമ്പിൾ നമ്പർ 1. ഓക്കെ, ഈ ഒരു സംഭവം നമ്മളെ നോർമൽ ക്ലാസിക് സിറ്റി റോഡ്. ആൻഡ് നമ്മുടെ എക്സാമ്പിൾ നമ്പർ 2 ആണ് നമ്മുടെ ഗ്രാൻഡ് കൂടെ നമ്മൾ പരിപാടി എടുത്തില്ലേ ഇങ്ങനത്തെ സംഭവം. ഇതിലെന്താ വെച്ചാൽ ഇത് നമുക്കിങ്ങനെ അടിച്ച് പോയാൽ മതി, മറ്റേതിങ്ങനെ പൊട്ടിച്ച് വെച്ച് പോകണം. ആണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ. ഇതാകുമ്പോൾ നമുക്ക് വേഗം തീരും. ഉണ്ടോ, ഇതിലേതാ രസമുള്ളതെന്ന് പറയാം. ഇതിൻ്റെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഗ്രാമ സ്റ്റൈലേക്ക് നമ്മൾ ഫുള്ള് ഇങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ നമ്മൾ സിറ്റി ഉണ്ടാക്കണം, അതൊരു പ്രശ്നമാണ് നമുക്ക്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു
ചോയ്സ് ഇല്ല നമുക്കതിൽ. മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞു, നമ്മളെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചോയ്സ് കൃത്യമായിട്ട് കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൂഞ്ചു. ഓക്കെ, നമുക്കെന്ത് ചെയ്യാം, നമ്മളെ തൽക്കാലത്തിന് നമ്മളെ സിറ്റി ആയതുകൊണ്ട് സിറ്റി റോഡ് തന്നെ വെക്കാം. വേറെ എന്തെങ്കിലും കളർ ചോയ്സ് ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് റോഡ് ആക്കി വെക്കാൻ പറ്റണ. അല്ലെങ്കിൽ നമുക്ക് ഒരു സജഷൻ ഉണ്ടാവുക, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ 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 ഇങ്ങനെ. യെസ്, നമ്മളെ റോഡിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. ഇവിടെയും കൂടെ ഉണ്ട് വെക്കാം നമുക്ക്. അതാകുമ്പോൾ ആ ഒരു കൃത്യത ഒന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അതിലൊരു പെർഫെക്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണിപ്പോൾ നമ്മുടെ ബേസിക്കുള്ളൊരു സംഭവം. ആൻഡ് നമുക്ക് ഇവിടെ ഞാൻ വേറൊരു കളർ തീമിലാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇവിടെ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാണ്. നമുക്ക് ഇതിന് ആവശ്യമുള്ളത് നമ്മുടെ ഈ ഒരു കോൺക്രീറ്റിൻ്റെയാണ്. എന്നിട്ട് ഞാൻ ഇതിമ ഗ്രേ വെച്ചാലോ എന്ന് ആലോചിക്കണം. ആകുമ്പോൾ പലൊരു ടൈപ്പ് ഓഫ് പലൊരു ഒരു ഒരു ഇത് കിട്ടും. നോക്കാം, വെച്ച് നോക്കാം, നമുക്ക് കൊള്ളാമെങ്കിൽ എടുക്കാം. ആയിട്ടില്ല, നമുക്കൊരു കുറച്ചും കൂടി മുന്നിൽ പോയി നോക്കാം. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വേറൊരു പ്ലാൻ ഉണ്ട്, അതും നടത്തി നോക്കണം നമുക്ക്. ഫുള്ള് ഇപ്പോൾ പ്ലാൻ കൊണ്ട് കുടുങ്ങിക്കാണ്. കാരണം കണ്ടോളി, അങ്ങനെയല്ല. ഓക്കെ, ഇങ്ങനത്തെ ഒരു റോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ദെൻ അടുത്തൊരു ചോയ്സാണിത്. ഇതൊരു ചൊറയാകും, കാരണം പല ഭാഗത്തേക്ക് പല റോഡാണ്ട് ഞാൻ നമുക്ക് ഏതാണ് ഒക്കണം എടുക്കുക വെച്ചിട്ടാ ഫൈനലി ഡിസിഷനായിട്ട്. ഇപ്പം ചിലപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാരണം ചില ആൾക്കാർക്ക് രസമായിട്ട് തോന്നാം. അവർക്ക് ഏതെടുക്കുക? ഇതിലൊരു ഒരു വെറൈറ്റി സംഭവമുണ്ട്, ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുറേ ആൾക്കാർ ഇത് കാണലുണ്ട്, ലൈക്ക് മിക്സ്ഡ് ആയിട്ട് നമ്മുടെ സ്റ്റോണിനെ യൂസ് ചെയ്യല്. അതൊരു നല്ലൊരു സംഭവമാണ്. എടാ, കോബിൾ സ്റ്റോൺ ഓരോ കൂടെ ഇത് ഇൻഫെസ്റ്റഡ് ആണ്. നമ്മൾ കളിപ്പിക്കുക. കോബിൾ സ്റ്റോൺ മനസ്സിലായി. ഇതേതാ നാച്ചർ ഐറ്റംസ് കൺസ്ട്രക്ഷൻ. യെസ്, ലെറ്റ്സ് ഗോ. നമുക്ക് കുറച്ച് വെറൈറ്റീസ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ടഫ് ബ്രിക്ക് എടുക്കുന്നുണ്ട്, എല്ലാം എടുക്കുന്നുണ്ട്, എല്ലാം ആവശ്യപ്പെടാം. നമ്മൾ കുറച്ച് സാധാ പോലെ ഇങ്ങനത്തെ റോഡ് എന്തിനാ ഒരു ടഫ് ഇതേക്കാറ്. കാരണം ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഇടയിൽ നിന്ന് പൊട്ടിച്ചിട്ട് മോസ് വെക്കുക, വേറെ ഇടയിൽ പൊട്ടിച്ചിട്ട് ഇത് വെക്കുക. പിന്നൊരു ചോയ്സാണ് ഇങ്ങനെ. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതുണ്ടാവും. ഇതൊരു ചോയ്സ് ഉണ്ട്.
ഇതിങ്ങനെ ഫുള്ള് വെക്കാം. നമുക്ക് സ്റ്റോണിൻ്റെ ഫുള്ള് വെക്കാം. ദെൻ ഒന്നിവിടെ ഇവിടെ. എനിക്ക് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യാറോ, ഈ പാറ്റേണിൻ്റെ പോകും. ഇത് വേണ്ട. നമുക്കിപ്പോൾ നല്ലൊരു ഐഡിയ കിട്ടി. നമുക്ക് ഫുൾ സിറ്റി നമുക്ക് ആ ഒരു പാറ്റേൺ തന്നെ ആക്കാം. നമ്മളെ ബ്രിക്ക് വെച്ചിട്ട് തന്നെ അതെങ്ങനെയുണ്ടാവും, പൊളിക്കൂല. എന്നിട്ട് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ അതായത് ചെറുതായിട്ടൊക്കെ ഒരു ഭാഗത്ത് പൊളിച്ചു കൊണ്ട് നമുക്കെന്തായാലും നമ്മളെ മോസ് ആക്കാം. ഫുൾ ഈ ഡിസൈൻ, സിറ്റിയുടെ പല മൂലക്കും ഈ ഡിസൈൻ. സോ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എന്താ ഉദ്ദേശിച്ചാൽ ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതാണൊരു ഇതുള്ളത്. നമ്മളിങ്ങനെ സ്പൂണായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇതാണ്. മറ്റേത് നമ്മൾ ഇതിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനൊരു ഇതാണ്. ഇത് രസമുണ്ടെന്ന്, ഇത് രസമില്ലാന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് രസമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൊടുക്കാം. ഓക്കെ, ഇനി അങ്ങനെ വന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അവിടെ സിറ്റി. അപ്പം ഒരു സിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഭാഗത്ത് മൂലക്കിൽ ഒഴിഞ്ഞെടുക്കുന്ന സംഭവം ഉണ്ടാവും. നമ്മളെ ഗ്രാമക്കാരെ ഓർത്ത് നമുക്ക് ഇവിടെ ഒരു ഗ്രാമം പോലെ എന്തെങ്കിലും ഉണ്ടാക്കാം. നമ്മളെ വില്ലേജസിനൊക്കെ വെച്ചാണ്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കണം. ഒരു കാര്യമുണ്ട്, നമ്മൾ പിസ്ക് കാണിക്കരുത്. പിന്നെ എൻ്റെ ഒരു ഡൗട്ടാണിത്, നമ്മൾ എങ്ങനെ ഈ ഒരു നിലം ഫുള്ളാക്കേണ്ടി വരും അല്ലേ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബോർഡ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലം ഫുള്ളാക്കിയാണ്. ഓക്കെ, നമുക്ക് അതൊരു വേലിടാണ്. ഇത് പൊട്ടിക്കാം, ഇതും പൊട്ടിക്കാം, ഓക്കെ പൊട്ടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്താണെന്നുള്ളത് കിട്ടി. ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ സ്വന്തം ട്രഡീഷണൽ വില്ലേജ്. ഇത് നമ്മളെ പഴയ ഒരു ടൈപ്പ് ഓഫ് വില്ലേജ് കാരണം ഇവിടെ നമ്മുടെ മോഡേൺ സിറ്റി ആൻഡ് ഇവിടെ നമ്മുടെ സിറ്റി, അതായത് കുറച്ച് പഴയ ഒരു സിറ്റി കാരണം എന്നാലും അഡ്വാൻസ്ഡ് ഒക്കെ കുറച്ചൊക്കെ സിറ്റി. ഇവിടെ എന്താക്കാം, നമുക്കിപ്പോൾ മോഡേൺ വില്ലേജ് ആക്കാം അല്ലേ? മോഡേൺ വില്ലേജ് ഇവിടെ ഞങ്ങൾക്കാക്കി നിലം എന്തെങ്കിലും മാറ്റാൻ അങ്ങനെ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? തേരെ പൊട്ടിച്ചു ടഫ് നമുക്ക് ഓക്കെ ഓളൊക്കെ അല്ലേ ബാക്ക് കോൺക്രീറ്റ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇവിടെ ഷവൽ വെച്ചാക്കേണ്ടി വരും. സോ അപ്പം നമ്മൾ 4 ടൈപ്പ് ഓഫ് സെപ്പറേഷൻ ഇപ്പം നമ്മൾ സിറ്റി നടത്തി. എൻ്റെ ഡൗട്ട് നമ്മൾ നിലം ഫുള്ള് ഇങ്ങനെ മാറ്റേണ്ടി വരും. കാരണം എങ്ങനെ പോയാലും നമുക്ക് നിലം മാറ്റേണ്ടി, നിലം നമ്മളെ ഗ്രാസ് ടൈപ്പാണ്. സോ ഇത് മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി വേണം. എന്താ ഇപ്പം മാറ്റാൻ അങ്ങനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ? ചെറിയ സൊല്യൂഷൻ കിട്ടിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ മോഡേൺ സിറ്റി നമ്മുടെ ട്രഡീഷണൽ വില്ലേജും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും നല്ല നല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറയാം നിങ്ങൾ. നമുക്കൊരു ഐഡിയ കിട്ടില്ല നില എങ്ങനെ മാറ്റാമെന്ന്. കാരണം പല സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് പല നിലമാണ്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് വേറെ ഒരു നല്ല ഐഡിയ കിട്ടിയാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ വോയിഡ് തുടങ്ങിക്കാണ്ട് അതിൽ നിലം ഒന്നായിട്ട് നമുക്ക് തന്നെ ഇടാം. ഓക്കെ, വോയിഡിൻ്റെ മാപ്പ് തുടങ്ങിയാണ്ട് നിലം ഫുൾ നമുക്ക് തന്നെ ഇടാം. സോ നമ്മൾ അങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കിയാലോ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് മീ കോസ്മോസ് ദ ഗെയിമർ സൈനിങ് ഔട്ട്.